ഇവിടെ നമ്മൾ സ്റ്റെയർ കേസിന് ഹാൻഡ് റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത് സൈഡിലൂടെയാണ് കൊടുത്തിട്ടുള്ളത്. സൈഡ് ഫിറ്റിംഗ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സൈഡ് ഫിറ്റിംഗ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് മാക്സിമം സ്റ്റെപ്പിൻ്റെ ഫുൾ സ്പേസ്, സ്റ്റെപ്പ് എത്രയാണോ നിങ്ങൾ കൊടുത്തിട്ടുള്ളത് അത്രയും സ്പേസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള മോഡൽസ് കൊടുക്കുന്ന സമയത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ സ്ട്രെങ്ത്ത് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഈ ഗ്ലാസ് ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫിറ്റിങ്സ് എന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ SS-ൻ്റെ 304 ഗ്രേഡിൽ വരുന്ന പോയിന്റ് ഫിറ്റിങ്ങുകളാണ്. ഗ്ലാസ് ഫിറ്റിങ്സ്, പോയിന്റ് ഫിറ്റിങ്സ് എന്നൊക്കെ പറയും, ഇതിന് സ്റ്റഡ് ഫിറ്റിങ്സ് എന്നൊക്കെ പറയും. ഇത്തരത്തിലുള്ള ഫിറ്റിങ്സ് ആണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത് നമ്മളെ സൈഡിൽ ഇവിടെ ഒരു 2 എണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളെ ടൈൽസിൻ്റെ പ്രൊജക്ഷൻ അനുസരിച്ചാണ് അതിൻ്റെ സൈസ് കൊടുക്കാറ്. ഇവിടെ 2 എണ്ണമാണ് ഈ ഒരു സ്റ്റെപ്പിൽ കൊടുത്തിട്ടുള്ളത്. ചില ആളുകൾ എല്ലാ സ്റ്റെപ്പിലും ഓരോന്ന് കൊടുക്കും. അത്തരത്തിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഗ്ലാസിൻ്റെ ടൈറ്റിനെ ബാധിക്കും എന്നുള്ളതാണ്, സ്ട്രെങ്ത്തിനെ ബാധിക്കും എന്നുള്ളതാണ്. ചെറിയ രീതിയിലൊരു അലൈൻമെൻറ്റ് തെറ്റിയിട്ട് വേണം അത് കൊടുക്കാൻ. ഒരേ ലൈനിൽ അലൈൻമെൻറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ഗ്ലാസിൻ്റെ സ്ട്രെങ്ത്ത് കിട്ടില്ല, ടൈറ്റ് ആവില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ 4 എണ്ണമാണ് കൊടുത്തിട്ടുള്ളത്, മുകളിലും 4 എണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. അത് ഗ്ലാസിൻ്റെ ലെങ്ത്തിനനുസരിച്ച്, സൈസിനനുസരിച്ചാണ് ഇത്തരം ഫിറ്റിങ്സ് നമ്മൾ ഗ്ലാസ്സിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സൂപ്പർ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇത് ഉണ്ടാവുക. നല്ല സ്ട്രെങ്ത് ആയിരിക്കും ഈ ഇത്തരത്തിലുള്ള സ്റ്റഡ് കൊടുത്ത് ചെയ്യുന്ന സമയത്ത്. ഇത് ആങ്കർ ബോൾട്ടിലാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. സ്റ്റെപ്പിൻ്റെ ടോപ്പിൽ ചെയ്യുന്നേക്കാളും സ്ട്രെങ്ത്ത് ഇതിന് കൂടുതൽ കിട്ടും എന്നുള്ളതാണ്. മുകളിൽ നമ്മൾ 2x2 സൈസിൽ വരുന്ന 2x2 സൈസിൽ വരുന്ന മഹാഗണി വുഡാണ്, കെമിക്കൽ ട്രീറ്റഡ് വുഡാണ് കേട്ടോ. അതേ സൈസിലുള്ള പോസ്റ്റ് തന്നെയാണ് താഴോട്ട് മാസ്റ്റർ കാലായിട്ട് കൊടുത്തിട്ടുള്ളത്. കറക്റ്റ് ലെവലിൽ വെച്ച് സ്ക്രൂ ചെയ്തിരിക്കുകയാണ്. ഒരിക്കലും നമ്മൾ ഫ്ലോർ കട്ട് ചെയ്ത് താഴോട്ട് കൊടുക്കുന്നില്ല. അത്തരത്തിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ചെതൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലുണ്ടാകുന്നത്. അപ്പോൾ കറക്റ്റ് ലെവലിൽ വെച്ച് സ്ക്രൂ ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണ് നമ്മളവിടെ ചെയ്തിട്ടുള്ളത്. അതും നല്ല സ്ട്രെങ്ത് ആണ്, ഷെയ്ക്കിങ് കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. പിന്നെ ഇത്തരത്തിൽ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഫ്ലൈറ്റ് കഴിഞ്ഞ് ഒരു ലാൻഡിങ്, പിന്നീട് സ്റ്റെപ്പുകൾ, പിന്നെ ലാൻഡിങ്, സ്റ്റെപ്പ്, വീണ്ടും ഫ്ലോർ ഏരിയയാണ് വരുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഗ്ലാസിൻ്റെ തിക്നെസ് 12 mm ആണ്. 12 mm തിക്നെസ്സിൽ വരുന്ന ടെഫേൺഡ് ക്ലിയർ ഗ്ലാസ്സുകളാണ്, ടെഫൺ ഗ്ലാസ്സുകളാണ്. അതും ക്ലിയർ ഗ്ലാസ്സുകളാണ് കൊടുത്തിട്ടുള്ളത്. അതും ബ്രാൻഡ് സെയിൻറ്റ് ഗോബൈൻ ആണ് ബ്രാൻഡ് വരുന്നത്. ഇവിടെ ഇതിൻ്റെ ഒരു കട്ടിങ്ങിൻ്റെ ഫിനിഷിംഗ് ഒക്കെ കണ്ടില്ലേ, കറക്റ്റ് നമ്മൾ 2x2 ആ സൈസിൽ കയറി വരുമ്പോൾ അതേ ലെവലിൽ, അതേ സ്ട്രൈറ്റ് ആയിട്ടുള്ള ആ ഫിനിഷിങ്ങിലാണ് ജോയിൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ സ്ക്രൂ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സ്ക്രൂവിൻ്റെ അടയാളം മാത്രം ഇതിലുണ്ടാവും. അതിനി ഫൈനൽ പോളിഷിങ് കഴിഞ്ഞിട്ടില്ല. പോളിഷിങ് എപ്പോഴും ക്ലൈൻറ്റ് സ്കോപ്പിലാണ്. അത്തരത്തിൽ പോളിഷ് കഴിയുമ്പോൾ അത് ഫില്ല് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇവിടെ നിങ്ങൾക്ക് കാണാം സ്റ്റഡ് കൊടുത്തത് ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് ഗ്യാപ്പിൽ, പിന്നെ വ്യത്യാസത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലാസിൻ്റെ താഴേന്ന് ഫസ്റ്റത്തത് നോക്കിയാൽ ഒരു ലെവലും ഇങ്ങനെ ഒരു ഷേപ്പിലാണ്, ഒരു വേവിങ് ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. ഒരേ ലെവലിൽ, അത് ഒരേ ലൈനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്ലാസിൻ്റെ സ്ട്രെങ്ത്ത് നമ്മൾ വിചാരിച്ച പോലെ ഫുൾ ടൈറ്റ് ആയിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് ഇതൊരു വേവിങ് ലെങ്ത്തിൽ കൊടുത്തിട്ടുള്ളത്. ഒരു ജസ്റ്റ് ഫസ്റ്റത്തെ 2 ഇഞ്ചിൽ വെച്ചാൽ രണ്ടാമത്തെ 3 ഇഞ്ചിൽ വെച്ച് അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ടൈറ്റ് ചെയ്യുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് അത് ടൈറ്റ് ആവും എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ നമ്മൾ ഒറ്റ ഗ്ലാസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത്. ഈ ഗ്ലാസിൻ്റെ ഇടയിലുള്ള ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്, കാണിക്കാം, ഇവിടെ കാണിക്കാം. ഈ സൈഡിലും നമ്മളൊരു പിന്നെ ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടോപ്പ് ഡബിൾ ഹൈറ്റ് ആണ്, സീൻ ബിലോ ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഗ്യാപ്പ് കണ്ടില്ലേ, ഇതൊരു സേഫ്റ്റി ഗ്യാപ്പാണ്. ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് മിനിമം 1 സെൻറ്റിമീറ്റർ, 10 mm വരെ നമ്മൾ ആ ഗ്ലാസിൻ്റെ ഗ്യാപ്പ് കൊടുക്കാറുണ്ട്. ഒരിക്കലും ഇത് ടച്ച് ചെയ്ത് ഇടാൻ പാടില്ല. ഗ്ലാസ് നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ അത്തരത്തിലുള്ള സേഫ്റ്റി ഗ്യാപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസും നമ്മൾ ടച്ച് ആയി കഴിഞ്ഞാൽ ഗ്ലാസ് ബ്രേക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഗ്യാപ്പ് കീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്ലാസ് ഹാൻഡ് റെയിൽസ് ചെയ്യുക. ചില കസ്റ്റമേഴ്സ് പറയും അത്ര ഗ്യാപ്പ് വരാതെ ചേർത്ത് വെച്ച് ചെയ്തുകൂടെയാണ്. അത്ര ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടാവും. അതിൽ സിലിക്കോൺ കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ബോറിംഗ് ആയിരിക്കും, അത് എടുത്ത് കാണിക്കും. ഇവിടെ നമ്മളൊരു ഫിക്സ്ഡ് UPVC വിൻഡോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് 2 പാർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സ്ലൈഡിങ് അല്ല, ഫിക്സ്ഡ് ആണ്. അതുപോലെ ഇവിടെ ഒരു L ഷേപ്പിൽ വരുന്ന ഒരു UPVC വിൻഡോ ഇവിടെ ചെയ്തിട്ടുണ്ട്. എല്ലാ കള്ളിയും ഒരു ബോക്സ് പോലെ ആക്കിയിട്ട് ഒരേ സൈസിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഫിക്സ്ഡ് ആണെങ്കിൽ താഴെ നിങ്ങൾ കാണുന്ന ഈ താഴെ കാണുന്ന 2 ഇത് മാത്രം, ഇതെല്ലാം ഈ ഭാഗത്തൊക്കെ ഫിക്സ്ഡ് ആണ്. ഇത്രയും ഭാഗം ഫിക്സ്ഡ് ആണ്. ഈ ഭാഗവും ഇതും നമുക്കിവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ നമ്മൾ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അകത്തുനിന്ന് ഇത് ടൈറ്റ് ചെയ്ത് ഒരിക്കലും ഔട്ട് സൈഡിൽ നിന്ന് ഇത് പുറത്തുനിന്ന് നമുക്ക് തുറക്കാൻ കഴിയില്ല, അകത്തുനിന്ന് ലോക്കാണ്. അപ്പോൾ ഇത് ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹാൻഡിൽ ഓപ്പൺ ആക്കാൻ കഴിയും.
ഇത് കൊടുത്തിരിക്കുന്നത് കസ്റ്റമറുടെ ആവശ്യപ്രകാരം മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇത്തരത്തിൽ കൊടുക്കുന്ന സമയത്തുള്ള അവരുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ അകത്തുള്ള ബാഡ് സ്മെല്ല് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, കിച്ചണിന് വരുന്ന സ്മെല്ല് കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എയർ പാസിങ്ങിലൂടെ പുറത്തോട്ട് പോകുന്നുള്ളതാണ്. ഒരു എക്സോസ്റ്റ് എന്നുള്ള രീതിയിലാണ് മെയിനായിട്ട് എയർ പാസിങ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും വീടിനകത്തുള്ള ഒരു ചൂടായിട്ടുള്ള എയറൊക്കെ പോകാനും ഇത്തരത്തിലുള്ള ഇത് നല്ലതാണ്. സേഫ്റ്റി ഇഷ്യൂ മാത്രമാണ് നമ്മൾ അതിലൊരു ഇത് നോക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഗ്രിൽസും കൂടി പ്രൊവൈഡ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അത്രയും നമുക്ക് സേഫ്